വളരെ നന്നായിട്ടുണ്ട് ശിവ, ഗുഡ് ഗോയിങ്. കല ഏത് തന്നെയും ആകട്ടെ, അതിന് അതിൻ്റെതായ പ്രാക്ടീസ് ആവശ്യമുണ്ട്, മനസ്സിലായോ? എന്റെയും റിഹേഴ്സലിന്റെ സമയമായി. എന്റെ 2 സെവിയും പൊട്ടാൻ കൊടുത്തു. ആ മുത്തശ്ശനോടൊന്ന് നിർത്താൻ പറയുമോ? മുത്തശ്ശ ചായ കൊണ്ടുവന്നോ? മുത്തശ്ശ ആ പാട്ടൊന്ന് നിർത്തൂ. എന്തിനാ എല്ലാരും ഇങ്ങനെ പാട്ടുപാടി ബുദ്ധിമുട്ടിക്കുന്ന? മുത്തശ്ശൻ താഴെ ചെന്ന് പ്രാക്ടീസ് ചെയ്യ്. മുത്തശ്ശന്റെ പാട്ട് കേട്ട് പ്രശംസിക്കാൻ ഇവിടെ ആരും തന്നെ ഇല്ല. ഓക്കെ ശിവ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. കലാകാരന് നല്ല ആസ്വാദകരാ വേണ്ടത്. അത് മങ്കിയാണോ അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണോ? എത്ര നന്നായിട്ട് ചാടി ഓടി പോകുന്നത്. ഇത്രയും ദൂരെ നിന്ന് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പുറത്ത് പോയി നോക്കാം. നോക്കൂ, നിങ്ങൾ ചോദിക്കുന്ന വില ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സാധനം ഇഷ്ടമായാൽ എടുത്തോളൂ. മോനെ സേതു, എന്തിനായി സ്വർണങ്ങളൊക്കെ ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കണേ? എല്ലാ സ്വർണങ്ങളും എടുത്ത് നമ്മുടെ ഈ മങ്കി ഡോണിന് കൊടുക്കൂ. മങ്കിടോടോ? അത് എന്താണ് സാധനം? ഞാൻ ആ കുരങ്ങനെ പഴം കൊടുക്കും. പഴം. എന്റെ അമ്മോ! ഒന്ന് മതിയാക്കൂ, ദയവ് ചെയ്ത് തല്ലല്ലേ. നിങ്ങളെല്ലാം എടുത്തോളൂ, പക്ഷെ എന്നെ വിട്ടേക്കൂ. നാട് മുഴുവനും കൊള്ളയടിക്കലാണ് എന്റെ പ്രധാന തൊഴില്. നാട്ടുകാർക്കൊക്കെ ഞാനൊരു ശല്യമായി തീരും. എന്നെ ആരും പിടിക്കില്ല. ഡിങ്. എന്റെ പേര് ബന്ദർ സിംഗ്. ശിവ, എന്താ കാര്യം? വലിയ അത്യാവശ്യമുണ്ടോ? ഇത്രയും ദൂരത്തേക്ക് എന്തിനാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അതെ രേവ, അർജന്റ് ആണ്, കൂടെ അതിശയവുമാണ്. എനിക്ക് ശരിക്കും പറയാൻ പറ്റുന്നില്ല അതെന്താണെന്ന്. കാരണം ഞാൻ അതിന്റെ പുറകിൽ കൂടിയാണ് കണ്ടത്. ഞാൻ മുകളിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അപ്പോ വളരെ വളരെ ദൂരത്ത് പല വീടുകളുടെ മേൽക്കൂരയിൽ കൂടി അതൊരു മങ്കിയാണോ അല്ലെങ്കിൽ ഒരു കുട്ടിയാണോ എന്ന് എനിക്കറിയില്ല, പറയാൻ പറ്റില്ല. അത് വളരെ വേഗതയിൽ ചാടിയാണ് ഓടിയത്. നമ്മളതിനെ കണ്ടുപിടിക്കണം. കണ്ടോ? രക്ഷിക്കൂ! ആ മങ്കി ഡോൺ വന്ന് എന്റെ എല്ലാം കൊണ്ടുപോയി. എന്ത് മങ്കി ഡോണോ? മങ്കി ഡോൺ. ആ കുരങ്ങനുണ്ടല്ലോ, അതൊരു കള്ളനാണ്. വെറും കള്ളനല്ല, കരിങ്കള്ളൻ.
മങ്കി ഡോൺ. നിനക്ക് എന്താ വേണ്ടത് കുട്ടി? നീ എന്തിനാ വെറുതെ ഞങ്ങളുടെ വഴി തടയുന്നത്? എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. മങ്കി ഡോൺ, ആ കുരുത്തം കെട്ട കുട്ടിയെ നമ്മുടെ ആൾക്കാർ കൈകാര്യം ചെയ്തോളൂ. നീ എവിടുന്ന് വേഗം വന്നേക്ക്. ടെന്റിന്റെ അവിടെ വെച്ച് കാണാം. ഞാൻ വരുന്നതിന് മുമ്പ് നീ കൊള്ളക്കാരെ പിടിച്ചത് നന്നായി ശിവ. അല്ലെങ്കിൽ ഞാൻ തന്നെ പിടിക്കേണ്ടി വന്നേനെ. കിടപ്പ് കണ്ടില്ലേ? എന്റെ മിടുക്കനായ മങ്കി ഡോൺ, എന്റെ അപാര ബുദ്ധിയും നിന്റെ പ്രവൃത്തിയും ചേർന്ന് നാട് മൊത്തം കൊള്ളയടിച്ച് രസിക്കാം. ഓ, എന്റെ അമ്മ, ഓ. മങ്കി ഡോൺ, ഇങ്ങനെ നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാറ്റ് പെട്ടെന്ന് പോകുമേടേ. എന്റെ കാല്. മങ്കി ഡോൺ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ചാടി മരത്തിൽ കയറരുതെന്ന്. ഇപ്പൊ കണ്ടില്ല എന്തായെന്ന്. എന്റെ എല്ലൊടിഞ്ഞില്ലെന്ന് മാത്രം. നീ ഒരു ഒറ്റയൊരുത്തം കാരണം എല്ലാ സ്ഥലത്തും ചതവാ. എടുക്ക്, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്ക്. എന്താ? മോഷ്ടിച്ച സാധനങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അതൊക്കെ എവിടെ പോയി മങ്കി? ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ പുറകെ വന്ന ആ കുട്ടി അവനായിരിക്കും നിന്റെ അടുത്തുനിന്ന് തട്ടിപ്പറിച്ചത്. അവൻ ഇനി എന്റെ അടുത്തുനിന്ന് രക്ഷയില്ല. മര്യാദയ്ക്ക് പറഞ്ഞോ. മങ്കി ഡോൺ എന്ന നിങ്ങളുടെ ബോസ് ഇപ്പോ എവിടെയാണെന്ന് പറ. അയാൾക്ക് വേണ്ടി നിങ്ങളൊക്കെ എത്ര കാലായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഒരു കൊരങ്ങൻ എങ്ങനെ ഡോൺ ആകുക? അതെങ്ങനെ സാധിക്കും? നിങ്ങളൊക്കെ മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അകത്തിട്ട് മുട്ടുകാലോടിക്കും. എന്റെ സാറ്, ഞങ്ങൾ ആർക്കും തന്നെ ഒന്നും അറിയില്ല. മോഷ്ടിക്കേണ്ട സമയം വരുമ്പോ ഞങ്ങൾക്കൊരു ഫോൺ വരാറുണ്ട്. ഞങ്ങളോട് പോകേണ്ട സ്ഥലം പറയും. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നെത്തും. ആ മങ്കി ഡോൺ വന്നു കഴിഞ്ഞാലാണ് അവൻ തന്നെ എല്ലാ പണികളും ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും അവരെ സഹായിക്കാറേ ഉള്ളൂ. അതിനുശേഷം അവരെവിടെയാ പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കൊള്ളാലോ, കൊള്ളാലോ. ഈ കഥ കേൾക്കാൻ കൊള്ളാം, പക്ഷേ പഴയ കഥയായി പോയി. ലഡു സിംഗ് സർ, നിങ്ങളിപ്പോ ആദ്യം ചെയ്യേണ്ട കാര്യം അടുത്തതായി ആ മങ്കി ഡോൺ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിയണം. ശരി ശിവ, ആ മങ്കി ഡോണിന്റെ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. യു ഡോണ്ട് വറി, പോയിക്കോ. അതെ ശിവ, നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മുടെ അടുത്ത് സമയം വളരെ കുറവാ. കള്ളന്മാരെ പിടിക്കേണ്ടത് അത്യാവശ്യം. പേടാറാം, ഇത് ആരാണ്? എന്തിനാ വന്നിരിക്കുന്നത്? എവിടുന്ന് വന്നിരിക്കുന്നു? എന്തിനാ സാർ ഇങ്ങനെ പേടിക്കുന്നത്? നോക്കിയേ, ഇതിനെ കാണാൻ എന്തൊരു ഭംഗിയാ. ആരെങ്കിലും വളർത്തുന്ന ഒരു ഭംഗി ആയിരിക്കും. സാറ് ചെത്ത അതിന് പഴം കൊടുക്ക്. അപ്പൊ അതിന് സാറിന് ഇഷ്ടാവും. എന്നാ പഴം കഴിക്കേ. മങ്കി ഡോൺ, മതിയാക്ക് നിന്റെ ഡാൻസ്. നിന്ന് തോന്നിവാസം കാണിക്കാതെ ആ ഇൻസ്പെക്ടർക്ക് 2 എണ്ണം കൊടുത്ത് നമ്മുടെ ആൾക്കാരെ വേഗം അവിടുന്ന് മോചിപ്പിക്ക. ഈ കൊരങ്ങനിപ്പോ പെട്ടെന്ന് എന്താ പറ്റിയത്? ഇതേതോ സിനിമാ നടന്റെ ഡോൺ സ്റ്റൈൽ പോലെ ഉണ്ടല്ലോ. സാറേ, അത് ഡാൻസ് അല്ല, മങ്കി ഡോണിന്റെ സ്റ്റൈലാണ്. അവനിവിടെ സാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. നീ ഇത് കേട്ടില്ലേ പേടാറാം? ഈ പീക്കിരി പോകുന്ന കൊരങ്ങൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്നും ഇവന്മാരെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണത്രേ. കൊള്ളാം. ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ ഏതെങ്കിലും ഒരു കുട്ടി കരയുകയാണെങ്കിൽ
അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മ പറയും മോനെ ഒച്ചടല്ലേ അല്ലെങ്കിൽ ലഡ്ഡു സിംഗ് വരുമെന്ന്. എന്നിട്ടാണ് ഇവന്മാരൊരു നോക്കുകുത്തി കൊരങ്ങനെ കൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കണേ. എന്റെ അമ്മോ മൂക്ക്. ഞാൻ വേറെ രക്ഷപ്പെട്ടെ. പേടാറാ. വേണ്ട. ശിവ ശിവ നീ വേഗം വാ. ഇവിടെ മങ്കി ഡോൺ വന്നിരുന്നു. സാറിനെ ഒരുപാട് തല്ലിയിട്ട് ഇവിടെയുള്ള ഗുണ്ടകളൊക്കെ അവൻ കൂട്ടിക്കൊണ്ട് പോയി. മങ്കിഡോൺ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേക്ക്. നീ ആ ബാങ്ക് സൂക്ഷിച്ചു നോക്ക്. ഇന്ന് ഞായറാഴ്ചയാണ് മങ്കിഡോൺ, നമുക്ക് ഞാറ്റുവേല. അതായത് ഇന്ന് ബാങ്കില് ആൾക്കാർ വരില്ല, മനസ്സിലായല്ലോ? സാറേ, വേദാസ് ഇന്റർനാഷണൽ ബാങ്കിന്റെ സിഗ്നൽ വരുന്നുണ്ടല്ലോ. ചെലപ്പോ മങ്കി ഡോൺ അവിടെ എത്തിക്കാണോ സാറേ? എന്തേലും ഒന്ന് ചെയ്യേ. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഹലോ ശിവ, നീ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോ. മങ്കി ഡോണും അവന്റെ ഗുണ്ടകളും ചേർന്ന് വേദാസ് ഇന്റർനാഷണൽ ബാങ്കിനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ശിവ, നീ അവന്റെ അടുത്തേക്ക് പോവാൻ പാടില്ല. അവൻ ഭയങ്കര അപകടക്കാരനാ. അവൻ എല്ലാരെയും ആക്രമിക്കുന്ന സ്വഭാവക്കാരനാ. അതാ പറഞ്ഞ്. ഓക്കേ ലഡ്ഡു സിംഗ് സോ താങ്ക്സ് ഫോർ ദ അലർട്ട്. പേടാറാം, ശിവ ആ മങ്കി ഡോണിനെ പിടിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ ചമ്മിപ്പോയി. അവൻ ഫോൺ കൂടെ താങ്ക്സ് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നിക്കേ. ഓ ശിവ എത്തിക്കഴിഞ്ഞല്ലോ. ഇനിയാണ് പൂരം തുടങ്ങാൻ പോണേ. ലല്ലല്ലല്ല. ലഡ്ഡു സിംഗ് സർ, എല്ലാവരും ആ മലയുടെ അടുത്തുള്ള വഴിയിലൂടെ തീർച്ചയായും ആ കാട്ടിലേക്കായിരിക്കും പോയിരിക്കുക. ശിവ, നീ എന്ത് പറഞ്ഞാലും നിന്റെ ആജ്ഞ അതേപോലെ ഞാൻ അനുസരിക്കാൻ അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഇത് തന്നെ വിചാരിച്ചെന്നാ. ഓക്കേ. കൊള്ളയടിക്കലാണ് എന്റെ പ്രധാന തൊഴിൽ. നാട്ടുകാർക്കൊക്കെ ഞാനൊരു ശല്യമാണ്. എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഡിങ്. എന്റെ പേരാണ് ബന്ദർ സിംഗ്. ബന്ദർ സിംഗ് ആയാലും ശരി, നീ ഏത് കോന്തൻ സിംഗ് ആയാലും ശരി, ഓക്കേറ്റിനും തൂത്തുവാരി ഞാൻ ജയിലിനകത്തിടും. ഞാനാണ് ലഡ്ഡു സിംഗ്, ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ലഡ്ഡു സിംഗ്. ഇൻസ്പെക്ടർ, ആ കുട്ടിയുടെ ബലത്തിൽ കൂടുതൽ വിളയല്ലേ? എന്നെ കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം പിടിക്കാം കുട്ടിയെ. മങ്കി സാറേ, നല്ലൊരു പഴമുണ്ട്.
എന്റെ കൊരയൻ സാറ് മതി ഒന്ന് നിന്ന് പെടാറാം. നീ പോയിട്ട് സാറിന് പാലും പഴക്കെ കൊണ്ടുവാ. ഓ ഇങ്ങനെ തുറച്ചു നോക്കാതെ ചെല്ലേ. സാറേ രക്ഷിക്കുക, എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക. ബന്ദർ സിംഗ്, ഇനി പറ, ആരാണ് ശരിക്കുള്ള മിടുക്കൻ? നീയോ അതോ ഞങ്ങളുടെ ശിവയോ? പറ 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 മോനെ ദിനേശ. ഹൈ. ശിവയാണ്, അവരാണ് മിടുക്കൻ. മനസ്സിലായി. ശിവയുണ്ടെങ്കിൽ നാടും സുരക്ഷിതമായിരിക്കും.